എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. തമിഴ്നാട്ടിലെ യാഗ സംസ്കൃതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. കേരളം ഉൾപ്പെടുന്ന ചേര രാജ്യത്തെ യജ്ഞയാഗങ്ങളുടെ പ്രാചുര്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത്. വളരെ കുറഞ്ഞേ സംസാരിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ സാഹചര്യം സമയമൊക്കെ കണക്കിലെടുത്ത് വളരെ കുറഞ്ഞൊരു സമയത്തിനുള്ളിലാണ് അത് സംസാരിച്ചത്. ഇന്ന് ചോള പാണ്ഡ്യ രാജ്യങ്ങളിലെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളൊരു പക്ഷേ തമിഴ് സംഘ കവയിത്രിയായ ഔവയ്യാറിനെ കുറിച്ച് കേട്ടിരിക്കുമല്ലോ. ചോള രാജാവായിരുന്ന പെരുനർക്കിള്ളി നടത്തിയ രാജസൂയ യാഗത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് ഔവയ്യാർ എഴുതിയ കവിത പുറനാനൂറിലെ 367 പാടലായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. ചോഴൻ ഇരാസസൂയം, അതായത് രാജസൂയം വേട്ട പെരുനർക്കിള്ളി എന്നാണ് ഔവയ്യാർ രാജാവിനെ വിശേഷിപ്പിക്കുന്നത്. ചോള രാജാവ് നടത്തിയ ആ രാജസൂയ യാഗത്തിലേക്ക് ചേര രാജാവായ മാരിവൻ കോവിനെയും പാണ്ഡ്യരാജാവായ ഉഗ്രപ്പെരുവഴുതിയെയും ക്ഷണിച്ചു എന്നാണ്. ഇരുവരും യാഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാണ് ഔവയ്യാറിൻ്റെ വിവരണം. ദ്രാവിഡത്തെ അടക്കി ഭരിച്ച 3 മഹാരാജാക്കന്മാരുടെ ഈ അപൂർവ സംഗമത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഔവയ്യാർ ഈ കവിത രചിച്ചത്. ഔവയ്യാർ എഴുതുന്നത് ഇങ്ങനെയാണ്: ഹേ രാജാക്കന്മാരെ, നിങ്ങൾ ഈ ഭൂമിയെ ദേവലോകം പോലെയാക്കി തീർത്തു. ഭാഗങ്ങളായി വിഭജിതമായ ഈ ലോകത്തെ ബ്രാഹ്മണരുടെ കൈകളിൽ സ്വർണവും പൂക്കളും വെച്ച് കയ്യിൽ ജലം പകർന്ന് ദാനം നൽകി അവരുടെ ഉടമസ്ഥതയിലാക്കി. അവർക്ക് ഉപഹാരങ്ങൾ നൽകിയതോടൊപ്പം യുദ്ധങ്ങളിൽ വീര്യം പ്രകടമാക്കിക്കൊണ്ട് വലിയ വിജയങ്ങളെ കൊണ്ടാടിയ മറ്റുള്ളവർക്ക്, സേനാനികൾക്കും പടയാളികൾക്കും നിങ്ങൾ അളവറ്റ ദാനങ്ങൾ നൽകി. ഇതെല്ലാം സാധ്യമായത് നിങ്ങളുടെ നല്ല പുണ്യകർമ്മങ്ങൾ കൊണ്ടാണെന്ന് ഓർക്കുക. കാരണം നല്ല ബ്രാഹ്മണർ വേദോക്തമായ രീതിയിൽ നിരന്തരം ചെയ്യുന്ന 3 അഗ്നികളുടെ പ്രഭാത വൈദിക യജ്ഞങ്ങൾ നിങ്ങൾ ദിവസവും കാണാറുണ്ടല്ലോ. ഇതാണ് ഔവയ്യാറിൻ്റെ വരി. ഇവിടെയും ശ്രൗതയാഗവുമായി ബന്ധപ്പെട്ട ത്രേതാഗ്നിയെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് കാണാം. ഇവ ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. ആഹവനീയാഗ്നി, ഗാർഹവത്യാഗ്നി, ദക്ഷിണാഗ്നി. ഇവ സമചതുരം, വൃത്തം, അർദ്ധവൃത്തം എന്നീ ആകൃതികളിലുള്ള കുണ്ഡങ്ങളിലായിട്ടാണ് സംരക്ഷിക്കുക. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഏപ്രിൽ 17 മുതൽ കോഴിക്കോട് അതിരാത്രത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നേരിട്ട് കണ്ട് പഠിക്കാവുന്നതാണ്. ഏപ്രിൽ 26 കൂടിയാണ് ഈ യജ്ഞം നടക്കുന്നത്. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് വരാവുന്നതാണ്. പെരുനർക്കിള്ളി മാത്രമല്ല, സംഘകാല ചോള രാജാക്കന്മാരായിട്ടുള്ള കരികാല ചോഴൻ, നലങ്കിള്ളി, വളവൻ, വാഴിയാതൻ തുടങ്ങിയ ചോള രാജാക്കന്മാരും യാഗങ്ങൾ നടത്തിയതിനെക്കുറിച്ച് സംഘസാഹിത്യത്തിൽ പരാമർശമുണ്ട്. പിന്നീട് 2ാം ചോള വംശത്തിൻ്റെ കാലത്തും രാജാക്കന്മാർ യജ്ഞങ്ങൾക്കും വൈദിക സംസ്കൃതിക്കും നൽകിയ പിന്തുണയെക്കുറിച്ച് ശിലാലിഖിതങ്ങളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത് ഈ ദ്രാവിഡ ദേശത്ത് യാഗങ്ങളും യജ്ഞങ്ങളും വേദങ്ങളും നടന്നിട്ടേ ഇല്ല എന്ന്. കാരണം ഇതൊന്നും ആരും കോട്ട് ചെയ്യാറില്ല, ഇവരെക്കുറിച്ച് ആരും പരാമർശിക്കാറുമില്ല. ഏതായാലും ഈ രാജാക്കന്മാരുടെ വൈദിക സംസ്കൃതിക്ക് നൽകിയ സംഭാവനകളെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ പറ്റൂ. ചോളരിൽ നിന്നും സംഘകാലത്തെ പാണ്ഡ്യരിലേക്ക് വന്നു എന്ന് വിചാരിക്കാം. അവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല എന്ന് കാണാം. അശ്വമേധം ഉൾപ്പെടെ ഒട്ടനവധി യാഗങ്ങൾ നടത്തി പല യാഗശാല നിർമ്മിച്ചവൻ എന്ന ബഹുമതി നേടിയ പൽയാഗശാലൈ മുതുകുടുമി പെരുവഴുതിയായിരുന്നു യാഗപ്രചാരകരായ പാണ്ഡ്യരാജാക്കന്മാരിൽ പ്രധാനി. പുറനാനൂറിലെ 15ാം പാടലിൽ കവി നെട്ടിമയ്യാർ ഈ പാണ്ഡ്യരാജാവിനെ കുറിച്ച് എഴുതിയത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്, അല്ലെങ്കിൽ കേൾക്കേണ്ടതാണ്. ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. പുരയിൽ നർപ്പുനുവൻ നാൽവേദത്ത് അരുഞ്ചീർത്തിപ്പെരും കണ്ണുറൈ നെയ്മലി ആവുതി പൊങ്കപ്പൺമാൺ വീയാ ചിറപ്പിൻ വേൾവിമുற்றி യൂപം നട്ട് വിയൻ കളം പല കോൽ. കളങ്കമേശാത്ത 4 വേദങ്ങൾക്ക് 4 വേദത്ത് അനുസൃതമായി പേരുകേട്ട ഹോമസാമഗ്രിയാലും നെയ്യിനാലും സമൃദ്ധമായ ഹോമധൂമം ഉയർന്ന യൂപസ്തംഭങ്ങൾ നാട്ടിയ വിശാലമായ എത്രയെത്ര യാഗശാലകളാണുള്ളത് എന്ന്. യാഗസംസ്കൃതിയെ പാരാട്ടിയ തമിഴ്നാടിനെയാണ് നമ്മൾ ഇവിടെയെല്ലാം കാണുന്നത്. പ്രാചീന സംഘകാലത്തെ ദ്രാവിഡ രാജ്യങ്ങളിലെല്ലാം, അതായത് ചേര, ചോള, പാണ്ഡ്യ നാടുകളിലെല്ലാം ഒരേപോലെ വൈദിക യജ്ഞയാഗങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന കാഴ്ചയാണ് സംഘസാഹിത്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെയൊന്നും അല്ല എന്ന് പലർക്കും വാദിക്കാം.
പക്ഷേ സംഘകാല കൃതികൾ, സംഘകൃതി സാഹിത്യത്തിൽ നമ്മൾ കാണുന്നത് ഈ ചിത്രമാണ്. ഈ ചിത്രത്തെ തൃണവൽഗണിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും യാഗങ്ങൾക്ക് നമ്മുടെ ഈ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് നടക്കുന്ന അതിരാത്രത്തിലേക്ക് ഏപ്രിൽ 17 മുതൽ 26 കൂടി നടക്കുന്ന അതിരാത്ര മഹായാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.